പാറുവിൻ്റെ ശ്വാസം ആ നിമിഷം പൂർണ്ണമായും നിയന്ത്രണം വിട്ടുപോയി. നെഞ്ചിലെ കൂടിൽ അകപ്പെട്ട ഒരു ചെറിയ പക്ഷിയെപ്പോലെ അവളുടെ ഹൃദയം അനിയന്ത്രിതമായി പിടയുന്നുണ്ടായിരുന്നു. വായുവിലെ ഓക്സിജൻ ഒട്ടും മതിയാകാത്തതുപോലെ അവൾ ശ്വസിച്ചു. ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞുകിടന്ന ആ വാചകം, "ഞാൻ നിന്നെ കണ്ടു, ഇപ്പോൾ സാറിനോടൊപ്പം സംസാരിച്ചു നിൽക്കുകയാണല്ലേ?" അത് വെറും ഒരു സന്ദേശമായിരുന്നില്ല. അതൊരു വധശിക്ഷാ വിധി പോലെ അവളുടെ ബോധമണ്ഡലത്തെ കീറിമുറിച്ചു. ആ വാക്കുകൾക്ക് തൊട്ടു പിന്നാലെ റോഡിനപ്പുറത്തെ മരത്തണലിൽ അനങ്ങാതെ നിൽക്കുന്ന ആ നിഴൽ രൂപം കൂടി കണ്ടതോടെ അവളുടെ തലച്ചോറ് മരവിച്ചുപോയി. ആ നിഴൽ മനുഷ്യനാണോ അതോ തൻ്റെ ഭയം സൃഷ്ടിച്ചെടുത്ത ഒരു ഭീകര സത്യമാണോ എന്ന് തിരിച്ചറിയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ആ നിമിഷം ചുറ്റുമുള്ള ശബ്ദങ്ങൾ, കാറ്റിൻ്റെ ഇരമ്പൽ, മഴയുടെ താളം എല്ലാം പെട്ടെന്ന് നിലച്ചു പോയതുപോലെ അവൾക്ക് തോന്നി. താൻ നിൽക്കുന്നത് ഈ ലോകത്താണോ അതോ വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ നടുവിലാണോ എന്നവൾക്ക് സംശയം. ആ നിമിഷത്തെ സ്തംഭനാവസ്ഥയിൽ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അവളുടെ ഓർമ്മകളിൽ അപ്പോൾ ഉണർന്നത് ആ ഭീകരമായ ദിവസങ്ങളാണ്. വീട്ടിൽ എന്ത് ചെറിയ തെറ്റ് സംഭവിച്ചാലും, അതൊരല്പം വൈകിയ ഭക്ഷണമാകട്ടെ, വസ്ത്രത്തിലെ ചെറിയ കറയാകട്ടെ, അല്ലെങ്കിൽ പഠനത്തിൽ വന്ന ഒരു പിഴവാകട്ടെ, അമ്മയുടെ കൈകൾക്ക് തീയേക്കാൾ ചൂടുണ്ടായിരുന്നു. അടുക്കളയിലെ ചൂടോടെ ഇരിക്കുന്ന ചട്ടുകം ആ തീവ്രതയുടെ പ്രതീകമാണ്. പാറുവിൻ്റെ കൈവെള്ളയിലും കൈമുട്ടുകളിലും ആ ഇരുമ്പിൻ്റെ കനൽപ്പാടുകൾ ഇന്നും മായാതെ കിടപ്പുണ്ട്. "നിന്നെപ്പോലൊരു പാഴ്ജന്മം എന്തിനാ ഈ ഭൂമിയിൽ?" എന്ന അമ്മയുടെ ആക്രോശത്തിനിടയിൽ വീഴുന്ന ഓരോ അടിയിലും പാറു വേദനിച്ചിരുന്നില്ല. മറിച്ച് താൻ ഇത്രത്തോളം അനാവശ്യമാണോ എന്ന ചിന്തയിലാണ് അവൾ തകർന്നു പോയത്. ആ ചട്ടുകം കൊണ്ട് തൊലിപ്പുറത്ത് പൊള്ളലേൽക്കുമ്പോൾ ശാരീരിക വേദനയേക്കാൾ അവളുടെ ഉള്ളിലെ ആത്മാഭിമാനമാണ് വെന്തുരുകിയത്. ആ ഓർമ്മകൾ അവളുടെ ഞരമ്പുകളിൽ ഇന്നും ഭയത്തിൻ്റെ ഒരു മരവിപ്പ് പടർത്തുന്നു. ഓരോ തവണ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴും അവളുടെ ശരീരം അറിയാതെ വിറയ്ക്കും. അമ്മയുടെ ഓരോ നോട്ടത്തിലും ഒരു ശിക്ഷ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾ ഭയന്നു. "എന്താ പറ്റിയത്?" സിദ്ധാർത്ഥിൻ്റെ ശബ്ദം വളരെ അടുത്തു നിന്ന് കേട്ടു. ആ സ്വരത്തിൽ ഒരു അധ്യാപകൻ്റെ ഗൗരവത്തേക്കാൾ ഉപരി ഒരു സഹജീവിക്ക് തോന്നുന്ന ജിജ്ഞാസയും കരുതലും ഉണ്ടായിരുന്നു. പാറു പെട്ടെന്ന് ഞെട്ടി. ആ ഞെട്ടൽ അവളുടെ ശരീരം മുഴുവൻ ഒരു വൈദ്യുത പ്രവാഹം പോലെ കടന്നുപോയി. അവളുടെ കൈ വിറച്ചു. പിടിച്ചിരുന്ന ഫോൺ താഴെ വീഴുമോ എന്ന അവസ്ഥയിലായി. ഒരു നിമിഷം അവൾക്ക് സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയമായിരുന്നു. ആ കണ്ണുകളിൽ തൻ്റെ നഗ്നമായ ഭയത്തെ അവൻ കാണുമോ? താൻ എത്രത്തോളം തകർന്നിരിക്കുന്നുവെന്ന് അവൻ തിരിച്ചറിയുമോ? അവൾക്ക് പേടിയായിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ നരകത്തിലേക്ക് മറ്റൊരാളെ കൂടി വലിച്ചിഴയ്ക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. "ഒന്നുമില്ല," പതിവ് പോലെ അവൾ കള്ളം പറഞ്ഞു. എന്നാൽ ആ വാക്കിന് യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. അത് വായുവിൽ അലിഞ്ഞു പോകുന്ന ഒരു പുക പോലെ ദുർബലമായി. ഇത്തവണ അവൾ പറഞ്ഞ കള്ളത്തിന് ജീവനില്ലായിരുന്നു. അവളുടെ ചുണ്ടുകൾ നേർത്ത മരവിപ്പോടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്രഭാതത്തിലെ സൂര്യപ്രകാശം പോലും അവളുടെ മുഖത്തെ വിളർച്ചയെ മാറ്റാൻ പ്രാപ്തമായിരുന്നില്ല. കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു. അതിൽ തുറന്നു പിടിച്ച ഭയം ആരോടും പറയാത്ത ഒരു രഹസ്യം പോലെ അലറുകയായിരുന്നു. ആ ഭയത്തിൻ്റെ തീവ്രത സിദ്ധാർത്ഥിനെ പോലൊരു നിരീക്ഷകന് ഒളിച്ചു വയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് നെറ്റി ചുളിച്ചു. അവൾ സൂക്ഷ്മമായി അവനെ നിരീക്ഷിക്കുകയായിരുന്നു. ഇന്നലെ ട്യൂഷനിൽ കണ്ട പെൺകുട്ടിയും ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയും തമ്മിൽ ഒരു സാമ്യവുമില്ല. അന്ന് ഒരു തരം നിശബ്ദത ആയിരുന്നെങ്കിൽ ഇന്ന് അത് വലിയ ഒരു തകർച്ചയുടെ വക്കിലാണ്. അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഒടിഞ്ഞു പോകുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിന് വ്യക്തമായി. പാറു വീണ്ടും റോഡിനപ്പുറത്തേക്ക് നോക്കി. പക്ഷെ ആ രൂപം അവിടെ ഉണ്ടായിരുന്നില്ല. വെറും മഴ നനഞ്ഞ മരങ്ങളും വിജനമായ റോഡും മാത്രം. "ഞാൻ കണ്ടത് സത്യമാണോ അതോ എൻ്റെ മനസ്സിൻ്റെ ഭ്രാന്താണോ?" അവൾക്ക് തന്നെ സംശയം തോന്നി. പക്ഷേ ഫോണിലെ സന്ദേശം കള്ളം പറയില്ലല്ലോ. ആരോ ഒരാൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. തൻ്റെ ഓരോ ശ്വാസവും ഓരോ കാൽവെപ്പും ആ കണ്ണുകൾ പിന്തുടരുന്നു. ആ തിരിച്ചറിവ് അവളുടെ വയറിനുള്ളിൽ ഒരു കല്ല് വീണതുപോലെ കനത്തു. ആ നിഴലുകൾക്ക് ജീവൻ വെച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള അന്തരീക്ഷം പോലും തനിക്ക് എതിരാണെന്ന് അവൾക്ക് തോന്നി. "പാറു," അമ്മയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. അത് വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് മുഴങ്ങി. "സമയമായി." പാറു പെട്ടെന്ന് തലകുലുക്കി. സിദ്ധാർത്ഥിനെ നോക്കാൻ പോലും നിൽക്കാതെ എന്തോ ഭയന്നതുപോലെ അവൾ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി നടന്നു.
ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവളുടെ പാദങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. തറയിൽ ചവിട്ടുമ്പോൾ നിലം ഇടിഞ്ഞു പോകുമോ എന്ന ഭയം. ഓരോ വാഹന ശബ്ദവും കേൾക്കുമ്പോൾ അത് തനിക്ക് പിന്നാലെ വരുന്ന ശത്രുവാണോ എന്ന സംശയത്തോടെ തിരിഞ്ഞു നോക്കാൻ തോന്നി. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. കാരണം ചില ഭയങ്ങളെ നേരിടുന്നതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് അവ സത്യമാണെന്ന് ഉറപ്പുവരുത്തലാണ്. ചിലപ്പോൾ അജ്ഞതയാണ് ഏറ്റവും വലിയ സംരക്ഷണം എന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. പാറു കാഴ്ചയിൽ നിന്ന് മറഞ്ഞിട്ടും സിദ്ധാർത്ഥ് അവിടെ തന്നെ നിന്നു. അവൻ്റെ മനസ്സിൽ അസ്വസ്ഥത ഒരു കാട്ടുതീ പോലെ പടരുകയായിരുന്നു. അവൾക്ക് എന്തു പറ്റി? ആ കണ്ണുകളിലെ പേടി, ഫോൺ നോക്കുമ്പോൾ മുഖത്ത് വന്ന ആ പെട്ടെന്നുള്ള മരണം, അതൊന്നും ഒരു സാധാരണ പെൺകുട്ടിയുടെ സാധാരണ സമ്മർദ്ദമായിരുന്നില്ല. അവൻ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വീണ്ടും റിങ് ചെയ്തത്. എടുത്തു നോക്കുമ്പോൾ അമൽ. ഡാ, എവിടെയാടാ? നിന്റെ വീടിനടുത്തുണ്ട്. അവിടെ നിൽക്കുന്നോ? ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, വാ. ഫോൺ കട്ട് ചെയ്തിട്ടും അവൻ്റെ മനസ്സ് പാർവതിയിൽ തന്നെയായിരുന്നു. അവൾ എന്തിനാണിങ്ങനെ പേടിക്കുന്നത്? വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രമാണോ? അതോ അതീവ ഗുരുതരമായ മറ്റെന്തെങ്കിലുമുണ്ടോ? ചോദ്യങ്ങൾ ബാക്കി. സിദ്ധാർത്ഥ് ആ വിജനമായ റോഡിലേക്ക് നോക്കി നിന്നു. ആ മരങ്ങളുടെ തണലിൽ എന്തോ ഒന്ന് ഒളിച്ചിരിപ്പുണ്ടെന്ന് അവന് തോന്നി. ആ നിഴലുകളുടെ രഹസ്യം കണ്ടെത്തണമെന്ന ചിന്ത അവനിൽ ശക്തമായി. സ്കൂളിൽ എത്തിയിട്ടും പാറുവിന് ലോകം ശൂന്യമായിരുന്നു. അധ്യാപകർ എന്തോ പഠിപ്പിക്കുന്നു, ബോർഡിൽ എഴുതുന്നു, കുട്ടികൾ കുറിപ്പെഴുതുന്നു. പക്ഷെ അവളുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം: അയാൾ ഇപ്പോൾ എവിടെയുണ്ടാകും? ക്ലാസ് മുറിയുടെ ചുവരുകൾ അവളെ ഞെരുക്കുന്നത് പോലെ തോന്നി. വായു പോലും ഭയത്തിൻ്റെ ഗന്ധം പേറുന്നതായി അവൾക്ക് തോന്നി. പിന്നിലെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴത്തുള്ളികൾ ഗ്ലാസ്സിലൂടെ ഒഴുകുമ്പോൾ അത് അവളുടെ ഉള്ളിലെ കണ്ണുനീർ പോലെ തോന്നി. അപ്പോഴാണ് മുന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. പാർവതി! കാർത്തിക്, സിദ്ധാർത്ഥിൻ്റെ അനിയൻ. അവൻ ക്ലാസ്സിലെ എല്ലാവരോടും തമാശ പറഞ്ഞും ചിരിച്ചും നടക്കുന്നവനാണ്. പാറു മാത്രം ആ ലോകത്തിന് പുറത്തായിരുന്നു. ഇന്ന് കാർത്തിക് അവളോട് മനഃപൂർവ്വം സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ അവളുടെ ഡെസ്കിനടുത്ത് വന്ന് പതുക്കെ നിന്നു. നിനക്ക് സുഖമില്ലേ? അവൻ ചോദിച്ചു. പാറു ഒന്നും പറഞ്ഞില്ല. ആരും ചോദിക്കാത്തൊരു ചോദ്യം. താൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഭാരത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അവൾക്ക് മറുപടി പറയാൻ അറിയില്ലായിരുന്നു. അവളുടെ മൗനം ഒരു വലിയ സമുദ്രം പോലെയായിരുന്നു. അവൾ തല ഉയർത്തി കാർത്തികിനെ നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് വേദനയും അതിലുപരി താൻ ഒറ്റപ്പെട്ടവളാണെന്ന വലിയ തിരിച്ചറിവും ഉണ്ടായിരുന്നു. കാർത്തികിൻ്റെ കണ്ണ് അവളുടെ കൈകളിലേക്ക് നീണ്ടു. അവിടെ ഉടുപ്പിൻ്റെ അറ്റം കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും തള്ളിക്കയറി നിൽക്കുന്ന പഴയ പൊള്ളലുകൾ അവനൊരു നിമിഷം കണ്ടു. അത് അവനെ വല്ലാതെ പിടിച്ചുലച്ചു. മുഖം കണ്ടാലും അറിയാം. കാർത്തിക് ചിരിക്കാൻ ശ്രമിച്ചു. അത് വെറും ഒരു ചിരിയല്ല, അവളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു. വെള്ളം വേണോ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ വേണ്ടെന്ന് തലകുലുക്കി. കാർത്തികിൻ്റെ മനസ്സിൽ സംശയം ശക്തമായി. ഈ പെൺകുട്ടി ഒരിക്കലും ശരിക്കും ചിരിക്കുന്നില്ല. എന്തോ ഒളിപ്പിക്കുന്ന, എന്തിനെയോ പേടിക്കുന്ന ഒരു മുഖം. കാർത്തികിൻ്റെ ഉള്ളിൽ അവളോട് സഹാനുഭൂതി തോന്നി. ആരും ശ്രദ്ധിക്കാത്ത ഈ ഏകാന്തതയെ അവൻ തിരിച്ചറിഞ്ഞു. അവളോട് കൂടുതൽ അടുക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ എവിടെ തുടങ്ങണം എന്ന് അവൻ അറിയില്ലായിരുന്നു. അവൾക്ക് ചുറ്റും ഒരു വലിയ ഭിത്തി അവൾ കെട്ടിപ്പടുത്തിട്ടുണ്ടെന്ന് കാർത്തികിന് മനസ്സിലായി. അതേസമയം അമൽ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ എത്തിയിരുന്നു. രണ്ടുപേരും മുറ്റത്ത് സംസാരിക്കുമ്പോഴാണ് അമൽ ചോദിച്ചത്. ഡാ, നിന്റെ ട്യൂഷനിൽ പഠിക്കുന്ന പാർവതി എങ്ങനെയുണ്ട്? സിദ്ധാർത്ഥ് അവനെ നോക്കി. അമൽ പാർവതിയുടെ അയൽവാസിയാണ്, കൂടാതെ ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അതുകൊണ്ട് അവന് ആളുകളെ പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ട്യൂഷന് വിട്ടാൽ കൊള്ളാമോ എന്ന അഭിപ്രായം പാർവതിയുടെ അച്ഛൻ അവനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലടാ, എന്താ? സിദ്ധാർത്ഥിന് സംശയമായി. അല്ല, പാവം കുട്ടിയാ, ചെറുപ്പം മുതൽ കാണുന്നതാ. അവളുടെ വീട്ടിലെ അവസ്ഥ ഒട്ടും ശരിയല്ല. അവളുടെ വീട്ടിലെ ക്രൂരതകൾ പുറത്തറിയുന്നതിലും അപ്പുറമാണ്. ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ പീഡനമാണ് അവിടെ. ചട്ടുകം കൊണ്ട് പൊള്ളിച്ച പാടുകൾ അവളുടെ ദേഹത്തുണ്ടെന്ന് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മുഖം ഞെട്ടലോടെ ഗൗരവമായി. അമൽ ദീർഘമായി ശ്വാസം വിട്ടു. ചില വീടുകളിൽ കുട്ടികൾ വളരുന്നില്ലടാ,
അവർ രക്ഷപ്പെടാൻ മാത്രം പഠിക്കുകയാ. ഭയം കൊണ്ട് വീർപ്പുമുട്ടുന്ന കുട്ടികളാണ് അവരിൽ പലരും. പാർവതി അവരിൽ ഒരാളാണ്. ആ വാക്കുകൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ഒരു വെളിച്ചം പോലെ വീണു. അതെ, പാറു ജീവിക്കുന്നില്ല, അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ ചിന്ത അവനിൽ വലിയൊരു ഉത്തരവാദിത്തം ഉണർത്തി. താൻ അവളെ സഹായിക്കണം, ആ ഇരുട്ടിൽ നിന്ന് അവളെ പുറത്തു കൊണ്ടുവരണം. വൈകുന്നേരം സ്കൂൾ വിട്ടു. പാറുവിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഗേറ്റ് കടന്ന് നടന്നപ്പോൾ അവൾക്ക് തോന്നി ആരോ പിന്നാലെയുണ്ട്. അവൾ നടക്കുന്നത് വേഗത്തിലാക്കി. പിന്നിലെ കാൽപ്പാടുകളും വേഗത്തിലായി. തൊണ്ട വരണ്ടുപോയി. ഒരു നിമിഷം അവൾ ധൈര്യം സംഭരിച്ച് പതുക്കെ തിരിഞ്ഞു നോക്കി. ആരുമില്ല. അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. അതേ നിമിഷം ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അത് ഓണായിരുന്നു. സ്ക്രീനിൽ സന്ദേശം തെളിഞ്ഞു. തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞതല്ലേ? ആ വരി വായിച്ച നിമിഷം അവളുടെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. ആരോ ഒരാൾ ഇപ്പോഴും അവളെ നോക്കുന്നുണ്ടായിരുന്നു. താൻ എന്തിലേക്കാണ് അകപ്പെടുന്നത് എന്നറിയാതെ അവൾ ആ വിജനമായ വഴിയിൽ തകർന്നുപോയി. ഭയം സത്യമായി. നിഴലുകൾക്ക് ജീവൻ വെച്ചു. അവൾ ആ റോഡിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നി. ആ നിഴൽ രൂപം എവിടെയോ മറഞ്ഞിരുന്ന് തന്നെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഈ കെണിയിൽ നിന്ന് തനിക്കിനി രക്ഷയില്ലേ എന്ന് അവൾ ഭയന്നു. ആ ചിന്തയിൽ അവൾ ആ റോഡിനരികിൽ തളർന്നിരുന്നു. ഭയം അവളുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത തീർത്തു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ അവൾ ആ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് ഉപ്പുവെള്ളം കവിളിലൂടെ ഒഴുകി. ഈ ലോകത്ത് ആരും തന്നെ കാണുന്നില്ലെന്ന തോന്നൽ അവളിൽ വല്ലാത്തൊരു ശൂന്യത നിറച്ചു. മരങ്ങൾ പോലും തന്നെ തടയാൻ ശ്രമിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഇതൊരവസാനമാണോ, അതോ പുതിയൊരു തുടക്കത്തിൻ്റെ ഭാഗമാണോ? അവളുടെ മനസ്സ് ഉത്തരം കിട്ടാതെ വലഞ്ഞു. ദൂരെ നിന്ന് കേൾക്കുന്ന ഓരോ ശബ്ദവും അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവൾ ബാഗ് നെഞ്ചോടടുക്കി പിടിച്ചു. ആ ഇരുട്ടിലേക്ക് നോക്കി ആശ്വാസത്തിനായി ആരെയും കാണാതെ തളർന്നുപോയി. അവളുടെ ജീവിതം ഒരു ചെറിയ നൂലിൽ തൂങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആരും കേൾക്കാത്ത അവളുടെ നിലവിളികൾ ആ വിജനമായ പാതയിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. ആരും അറിയാത്ത, ആരും കാണാത്ത ആ വേദന അവൾക്ക് മാത്രമായി അവശേഷിച്ചു. ആ റോഡിൽ വീശിയ കാറ്റ് പോലും അവളുടെ ഭയത്തിൻ്റെ ആഴം കൂട്ടുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. താൻ ഇനി എങ്ങനെ ജീവിക്കും? ആ ചോദ്യം അവളുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന ഭയം അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. അവൾക്ക് ചുറ്റുമുള്ള ലോകം മങ്ങിത്തുടങ്ങി. അവൾ കണ്ണുകൾ അടച്ചു. പക്ഷേ ആ ഇരുട്ടിലും അവൾ ആ നിഴൽ രൂപത്തെ കണ്ടു. ഭയം അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൾക്കിനി പോകാൻ ഒരിടവുമില്ലാത്തതുപോലെ. ആ റോഡ്, ആ ഇരുട്ട്, ആ സന്ദേശം എല്ലാം അവളുടെ ജീവിതത്തെ ഒരു വലിയ തടവറയാക്കി മാറ്റി. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾ വഴങ്ങിയില്ല. അവൾ വീണ്ടും ആ റോഡിനരികിൽ തന്നെ തളർന്നിരുന്നു. ഭയം അവളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. അവൾക്ക് തളരാൻ വയ്യ. എങ്കിലും മുന്നോട്ട് നടക്കാനുള്ള ശക്തി അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ ജീവിതം ഇന്ന് ആ ഇരുട്ടിൽ ഒതുങ്ങിപ്പോയതുപോലെ തോന്നി. ഈ സാഹചര്യത്തിൽ നിന്ന് അവൾ എങ്ങനെ പുറത്തു വരും? ആ ചോദ്യം അവളുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരീക്ഷണമായി അവശേഷിച്ചു.